നമസ്കാരം. പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം കൈവരിക്കുവാൻ സാധിക്കും. നേരെ മറിച്ച് നെഗറ്റീവായ വസ്തുക്കളെങ്കിൽ നെഗറ്റീവായ ഊർജമാണ് ഉണ്ടാവുക. വാസ്തുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും. വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ പല വാസ്തുവിദ്യകളുമുണ്ട്. അത്തരത്തിൽ ഒന്നാണ് കറ്റാർ വാഴ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുന്ന അഥവാ നൽകുന്ന ഒന്നാണ് കറ്റാർ വാഴ. ശുഭസൂചകമായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കറ്റാർ വാഴ. ആരോഗ്യത്തിനും ചർമ്മ മുടി സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഏറ്റവും ഉത്തമം കൂടിയാണ് ഈ ചെടി. പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടി കൂടിയാണ് ഇത്. പ്രത്യേകമായ പരിപാലനം ആവശ്യമില്ലാത്ത ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഉയർച്ച നേടിയെടുക്കുവാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പറയുക. ദിശകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത്. വടക്ക് കിഴക്ക്. സാധാരണ മുള്ളുള്ള ചെടികൾ വയ്ക്കരുത് എന്ന് പറയും എങ്കിൽ പോലും കറ്റാർ വാഴ പോലുള്ളവ ഗുണമേന്മ നൽകുന്നവയാണ്. സാധാരണ മുള്ളുള്ള ചെടികൾ വയ്ക്കരുത് എന്ന് പറയും എങ്കിൽ പോലും കറ്റാർ വാഴ പോലുള്ളവ ഗുണമേ നിങ്ങൾക്ക് നൽകൂ. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വച്ച് പിടിപ്പിക്കുന്നത് ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആപത്തുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുവാൻ ഒഴിവാക്കുവാൻ ഈശാനകോൺ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ കറ്റാർ വാഴ വച്ച് പിടിപ്പിക്കുന്നത് ശുഭകരമാണ്. ഈ ദോഷങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്നും പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാനും ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുവാനും സാധിക്കും. സമാധാനം എന്തെന്നില്ലാത്ത സമാധാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. മറ്റൊരു ദിശ കിഴക്ക് ദിശയാണ്. കിഴക്ക് ദിശയിൽ വയ്ക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായാണ് പരാമർശിക്കുന്നത്. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വയ്ക്കുന്നത് പോലും അതീവ ശുഭകരമാണ്. കറ്റാർ വാഴ വച്ചു പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ല എങ്കിൽ അത് പല ആവർത്തി നിങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വളരുന്നില്ല എങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രധാന വാതിലിന് നേരെയായി ഇവ വയ്ക്കരുത്. അതായത് പ്രധാന വാതിൽ മറയുന്നതായ രീതിയിൽ ഒരിക്കലും ഇവ വയ്ക്കരുത്. പകരം പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി ഇവ വയ്ക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി ഭവിക്കും. ഇതിലൂടെ നെഗറ്റീവായ ഊർജത്തെ, നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജത്തെ ആ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം നിറയും. അത് ആ വീട്ടിലെ ഓരോ വ്യക്തികളെയും വ്യക്തമായി തന്നെ ബാധിക്കും, അഥവാ അനുകൂലമായി ബാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ശുഭകരമായ ചിന്തകൾ വരാം, സന്തോഷ നിമിഷങ്ങൾ ആ വീടുകളിൽ വർദ്ധിക്കാം. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ, ശരിയായ രീതിയിൽ ചിന്തിച്ച് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ ഒരു അന്തരീക്ഷമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വടക്ക് ദിശയാണ് എങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ കടബാധ്യതകൾ ഉള്ളവരാണ് എങ്കിൽ വടക്ക് ദിശയിൽ നട്ടു വളർത്തുക. ഒഴിവാക്കുവാൻ, കടബാധ്യതകൾ ഒഴിവാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. എന്നാൽ ശരിയായ രീതിയിലുള്ള പരിപാലനം കൂടി അനിവാര്യമാക്കുന്നു. തെക്ക് കിഴക്ക്
ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഒന്നാണ് ശാന്തിയും സമാധാനവും. ശാന്തി, മനസമാധാനം ലഭിക്കുക എന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ, വർദ്ധിപ്പിക്കുവാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തെക്ക് കിഴക്ക് ദിശയിൽ കറ്റാർ വാഴ നട്ടു വളർത്തുന്നത് ശുഭകരമാണ്. ടെൻഷനുകൾ പല വിധത്തിലും കുറയുകയും മനസമാധാനം വർദ്ധിക്കുകയും സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും ഏതൊരു പ്രശ്നം വരികയാണ് എങ്കിലും അത് നേരിടുവാനുള്ള ശക്തി, അത് സമചിത്തതയോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പടിഞ്ഞാറാണ് നടുന്നത് എങ്കിൽ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ നട്ടു വളർത്തുന്നതിനോടൊപ്പം ശരിയായ രീതിയിലുള്ള പരിപാലനം കൂടി നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കറ്റാർ വാഴ വീടുകളിൽ വളർത്തുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ വളർത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ, വളരുന്നില്ല എങ്കിൽ അത് ഈശ്വരാധീനം കുറയുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഈശ്വരാധീനം കുറയുന്നതായ വീടുകളിൽ കറ്റാർ വാഴ വളരില്ല എന്നതാണ് വാസ്തവം. കറ്റാർ വാഴ നന്നായി വളരില്ല എന്ന കാര്യവും ഓർക്കണം. പിടിക്കുകയാണ് എങ്കിലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരുന്നില്ല എങ്കിൽ അത് ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. എന്നാൽ സമൃദ്ധിയായി വളരുന്നു എങ്കിൽ പോലും, അത് ഒരെണ്ണം നട്ടാൽ പോലും സമൃദ്ധിയായി വളരുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട്. ഈശ്വരാധീനം നിറഞ്ഞ ഭൂമിയും ഈശ്വരാധീനം നിറഞ്ഞ വീടാണ് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. കറ്റാർ വാഴ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പുരോഗതി പോലും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും വീടുകളിൽ നട്ടു വളർത്തേണ്ടതും ഏവരും നട്ടു വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാണ് കറ്റാർ വാഴ. സാധിക്കുന്ന ഏവരും നട്ടു വളർത്തുക. എന്നാൽ കറ്റാർ വാഴ നട്ടു വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിലുള്ള പരിപാലനമാണ്. അതോടൊപ്പം മലിനജലം പോലുള്ളവ കറ്റാർ വാഴയുടെ അടുത്ത് വരുന്നത് ശുഭകരമല്ല. മലിനമായ ജലം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കറ്റാർ വാഴ വളർത്തുന്നത് ശുഭകരമല്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കറ്റാർ വാഴയുടെ അടുത്തായി തീയിടുന്നതും ശുഭകരമല്ല. ചപ്പുചവറുകൾ അടിച്ചുവാരി കറ്റാർ വാഴയുടെ അടുത്ത് വയ്ക്കുന്നതും ശുഭകരമല്ല. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. വീട്ടിലെ പഴയ വസ്തുക്കൾ കറ്റാർ വാഴയുടെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കുന്നതാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്ന കാര്യവും ഓർക്കണം. അതിനാൽ നടുന്നത് പോലെ തന്നെ പരിപാലനവും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.